എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അതായത് നമ്മുടെ 2024 ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ കേരളത്തിൽ ഇന്നാണ് ഇലക്ഷൻ. അപ്പോൾ പാർട്ടി ഏതും ആയിക്കൊണ്ട് പോട്ടെ, നമ്മുടേതായിട്ടുള്ള അവകാശമാണ് വോട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആര് വാഴും ആര് വീഴും എന്ന് നമുക്കറിയില്ല എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക. രാവിലെ തന്നെ ചൂടും ഇതൊക്കെ മറന്നിട്ട് രാവിലെ തന്നെ നല്ലൊരു എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ലൊരു ശതമാനം വോട്ട് തന്നെ ആളുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം പേരുടെ ഫേസിലും നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് എന്താണെന്നാലും ജൂൺ 4 മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം എത്രയാണെന്നുള്ളത് നമുക്കൊരു ചെറിയൊരു രീതിയിലൊന്ന് നോക്കാം. ആറ്റിങ്ങിലാണിപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് ശതമാനം നടക്കുന്നത്. 13.29%. കൊല്ലത്തേക്ക് വരുമ്പോൾ 12.2%. പത്തനംതിട്ട 12.7%. മാവേലിക്കരയിലേക്ക് വരുമ്പോൾ 12.76% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13.15% പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 12, ഇടുക്കി 12.02% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് 12.30 വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി 12.30% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു വാശിയോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുമ്പോഴേക്കും 12.9% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് 12%, ആലത്തൂർ 12%. പൊന്നാനിയിൽ ചെറിയൊരു കുറവുണ്ട് കേട്ടോ, 10.65% പൊന്നാനിയിൽ. മലപ്പുറം നോക്കുമ്പോൾ 11.4%. കോഴിക്കോട് 11.71% കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടകരയിൽ 11.34%. കണ്ണൂരിൽ 12.62%. കാസർഗോഡ് 11.88% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാശിയേറിയൊരു പോരാട്ടം നടക്കുന്ന സ്ഥലം നമുക്കറിയാം, വടകരയാണ്. വടകര 11.34%. അപ്പോൾ നമ്മുടെ ഷാഫി ടീച്ചറും മത്സരിക്കുന്ന ഒരു സ്ഥലം, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് കനത്തൊരു പോളിംഗ് ശതമാനം ഉണ്ട്. എല്ലാവരും എന്തായിരുന്നാലും ഒന്നേ പറയാനുള്ളൂ, നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക.